ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മാംഗോ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല പഴുത്ത മാങ്ങ നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് പുളിയാണ്. അപ്പോൾ നമ്മൾ വാളംപുളി എടുക്കണം. അത്യാവശ്യം കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലൊക്കെ ഇട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഇതിൽ കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചെനച്ച മാങ്ങയായിരുന്നു. പിന്നെ കുറച്ച് പഴുത്ത മാങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് കുരുവൊക്കെ കളഞ്ഞടിച്ച് വെച്ചാൽ നമ്മുടെ പുളി അതൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കുരുവൊക്കെ നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഈ റെസിപ്പിയിൽ ഏറ്റവും കൂടുതൽ എരിവ് ഇങ്ങനെ എടുത്ത് നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉപ്പാണ്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഗൈസ്. നന്നായിട്ട് ആ ഉപ്പും മുളകും കൂടി ആ പുളിയിലോട്ട് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു 2 മിനിറ്റ്. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്, നമ്മൾക്ക് അടുത്ത് ഇനി ഇടാൻ പോകുന്നത് സ്ലൈസ് ചെയ്ത് വെച്ച മാംഗോ പീസ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല നീട്ടത്തിലരിയണം കേട്ടോ. അപ്പം നമ്മൾ മാംഗോ സ്ലൈസ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണം ആ മസാലയിലോട്ട് നന്നായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി, ആ മാംഗോൻ്റെ മധുരത്തിനനുസരിച്ച് ഉപ്പും കൂടി കിട്ടണമല്ലോ. അപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ബാലൻസ് വന്ന പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ഇൻഗ്രീഡിയൻറ്റും ഈ മാങ്ങയായിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഇതിന് കിട്ടത്തുള്ളൂ. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പിടിക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മളിതിവിടെ വെക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല, ഇതിലൊന്നും ചേർക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച് നോക്കിയാണ്. നമ്മൾ ഓരോരുത്തർ ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പേരും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും കഴിച്ച് നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ അവധിക്കാലത്തൊക്കെ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നത്. പോരാത്തതിന് മാംഗോ സീസണും കൂടിയാണല്ലോ, അതുകൊണ്ട് കഴിച്ചാൽ നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Okay, bye.